താമരശ്ശേരിയിൽ നിന്ന് വരുന്ന ആ ഒരു ദുരന്ത വാർത്ത, ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഇന്നലെ 5 വിദ്യാർത്ഥികളെ ഈ വിഷയത്തിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ 5 വിദ്യാർത്ഥികളെ ഇന്നലെ രക്ഷിതാക്കൾക്കൊപ്പം വിടുകയായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ വിദ്യാർത്ഥി മരിച്ച സാഹചര്യത്തിൽ, വിദ്യാർത്ഥി സംഘർഷത്തിൽ 10ാം ക്ലാസ്സുകാരൻ മരിച്ചിരിക്കുന്നു. ഈ വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്നുള്ള വാർത്തയാണ് വരുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭി, ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തും, അതായത് അവര് 15 വയസ്സുള്ള വിദ്യാർത്ഥികളാണ്, അതൊന്നും പരിഗണിക്കാതെ ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിന്റെ പരിധിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥികളെ മാതാപിതാക്കൾക്കൊപ്പം തിരികെ വിട്ടയച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കാം നടപടി? ക്രിസ്റ്റീന, കൂടുതൽ വകുപ്പുകൾ, അതായത് ക്ഷമിക്കണം, ഷഹബാസ് മരിച്ച സാഹചര്യത്തിൽ, ഷഹബാസിൻ്റെ മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഈ വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇവരെ കഴിഞ്ഞ ദിവസം 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അവരെ ഇന്നലെ തന്നെ ജഡ്ജി ബോർഡിന് മുന്നിൽ ഹാജരാക്കി, തുടർന്ന് ഈ രക്ഷിതാക്കൾക്കൊപ്പം അവരെ വിട്ടയക്കുകയും ചെയ്തു. ഇന്ന് വീണ്ടും അവരെ ഈ ജഡ്ജി ബോർഡിന് മുന്നിൽ ഹാജരാക്കാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഒപ്പം തന്നെ അവർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർക്കുകയും ചെയ്യും. ക്ഷമിക്കണം, ഇതിൽ കൂടുതൽ പേർ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള വിപുലമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. ഏതായാലും 5 പേർ മാത്രമല്ല ഇത്തരത്തിൽ ഈ ഷഹബാസിന് നേരെ ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ പോലീസിന് പ്രാഥമികമായ ഒരു ഉറപ്പുണ്ട്. പ്രാഥമികമായി അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അത് ആ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം, ഈ കുട്ടികളുടെ മൊഴി എടുത്ത ശേഷം, വിശദമായി ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം കൂടുതൽ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാണ് പോലീസ് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എങ്ങനെയാണ് ഷഹബാസിൻ്റെ മരണം സംഭവിച്ചത്, അതായത് ഏത് രീതിയിലുള്ള ആക്രമണമാണ് ഷഹബാസിന് നേരെ നടന്നത് എന്ന കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇന്നലെ തന്നെ പോലീസ് ഈ നഞ്ചക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇവരുടെ കൈവശമുണ്ടായിരുന്നു, ഈ ആക്രമണത്തിനെത്തിയ വിദ്യാർത്ഥികളുടെ കൈവശമുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇനി ഒരു പക്ഷേ ഈ നഞ്ചക്ക് ഉപയോഗിച്ചുള്ള ആക്രമണം ഷഹബാസിന് ഏറ്റിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അത് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരിക. ഞാനിപ്പോൾ ഉള്ളത് മെഡിക്കൽ കോളേജിന് മുൻപിലാണ്. ഇവിടെ അല്പസമയത്തിനകം, ഏതാണ്ട് 9 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ആ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഞാൻ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരികയും ചെയ്യുക. ഏതായാലും ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പിതാവ് നൽകിയ ബൈറ്റിൽ, അദ്ദേഹം നൽകിയ പ്രതികരണത്തിൽ പറയുന്ന ഒരു കാര്യം, കൊട്ടേഷൻ സംഘങ്ങൾക്കുൾപ്പെടെ ഇക്കാര്യത്തിൽ ഒരു പങ്കുണ്ടോ എന്നുള്ളതാണ്. അതായത് ഇത്ര ക്രൂരമായ ഒരു ആക്രമണം, അതായത് ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം നടക്കണമെങ്കിൽ അതിനു പിന്നിൽ ചില മുതിർന്നവരുണ്ട്, കൊട്ടേഷൻ സംഘങ്ങൾ തന്നെ ഉണ്ടോ എന്ന് തനിക്ക് സംശയമുണ്ട് എന്ന് പിതാവ് പ്രതികരിച്ചിരുന്നു. ഏതായാലും അക്കാര്യത്തിൽ കൂടി ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നുണ്ട്. കാരണം എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികളുടെ പശ്ചാത്തലം എന്നൊക്കെ പോലീസ് പരിശോധിക്കുകയാണ്. ഈ കസ്റ്റഡിയിലെടുത്ത 5 വിദ്യാർത്ഥികളിൽ 3 പേർക്ക് മറ്റ് ചില ക്രിമിനൽ കേസുകൾ കൂടിയുണ്ട്. ആ കേസുകളിലൊക്കെ ഇവർ പ്രതിയാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരുടെ പശ്ചാത്തലം പരിശോധിക്കുക, ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ ആക്രമണത്തിലേക്ക് എത്താൻ ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഇതൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് ഉണ്ടായേക്കും. ഏതായാലും 1-2 കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. എങ്ങനെയാണ് ഷഹബാസിന് ഇത്ര ഗുരുതരമായി തലയ്ക്ക് പുറകിൽ 70%-ലേറെ പരിക്ക് പറ്റിയത്? ഒപ്പം തന്നെ കൂടുതൽ പേർ ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് ലഭിച്ചു തുടങ്ങിയ വിവരങ്ങളിൽ കൂടി ഇന്നൊരു വ്യക്തത വരും. ക്രിസ്റ്റീന. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഭിജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ മാർഗനിർദ്ദേശമോ മറ്റോ മുതിർന്നവരിൽ നിന്ന്, എനിക്കൊരു സംശയമുണ്ട്, ഇതിന് നമുക്ക് മാർഗനിർദ്ദേശം എന്ന് പറയാൻ പറ്റുമോ? കാരണം മാർഗനിർദ്ദേശം എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരു വിരൽ, അങ്ങനെയല്ല, ഈ ആസൂത്രണം നടത്തുന്നതിന് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുതിർന്നവരിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം, ബുദ്ധി ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അതിനകത്ത്. നമ്മുടെ ഒരു പ്രേക്ഷകൻ പറയുന്നു, സിദ്ധാർത്ഥ ആർ കൃഷ്ണ, 9ൽ പഠിക്കുന്ന ഒരു മോനുണ്ട്, പേടിയാണ് എന്ന് പറയുന്നു. കാരണം അത് ശരിയാണ്, നമ്മുടെ മാതാപിതാക്കൾക്കാണെങ്കിലും കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടാൻ പേടിയുണ്ടാകുന്ന ഒരു വിഭാഗം ഉണ്ടാവും. മറ്റൊരു വിഭാഗം ഈ പറയുന്ന നമ്മളുടെ കുഞ്ഞുങ്ങളെ, അയ്യോ ഇവരൊക്കെ പോയാൽ ഇതൊക്കെയാണോ ചെയ്യുന്നതെന്നൊരു സംശയം ഉണ്ടാകും. അത്തരത്തിൽ ഗുരുതരമായ മാനസികമായ സമ്മർദ്ദങ്ങൾ മാതാപിതാക്കളിലും കുഞ്ഞുങ്ങളിലും അധ്യാപകരിലും ഒക്കെ സൃഷ്ടിക്കാൻ ഇത്തരം വാർത്തകൾ കാരണമാകുന്നു എന്നതും ഒരു
പ്രശ്നമാണ്. അഭിജിത്തിനോട് തന്നെ നമുക്ക് അതെ, ചോദിക്കാം. ഇതിന്റെ മറ്റൊരു വിഷയം ഈ 5 വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം പ്രധാനമാണ്. ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ പൊലിഞ്ഞു പോയിരിക്കുന്നു. ഇന്നലെ രാത്രി 12:30-ക്കാണ് ഇത് സംഭവിക്കുന്നത്. അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പോലീസിന്റെ കൂടുതൽ ഇടപെടൽ, പോലീസ് കൂടുതൽ ഒരു പ്രത്യേക വിഭാഗത്തെ, അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കേണ്ടതായി വന്നേക്കാം. കാരണം ഇതങ്ങനെ ചെറിയ ഒരു കാര്യമല്ല. 3 സന്ദർഭങ്ങളിലായി 3 ഇടങ്ങളിലായി സംഘടന നടത്തിയിരുന്നു. അത് പല വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുത്തിരുന്നു. അവരെല്ലാം ഇതിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ആരുടെയെല്ലാം പേരിൽ കേസ് എടുക്കും, ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് അല്ലേ അഭിജിത്ത്? തീർച്ചയായും സ്മിത, ഇവർ ഇത് ഒരു ആസൂത്രണം നടത്തിയതിന് ശേഷമാണ് ഇവർ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്ന് തെളിയിക്കുന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റുകളൊക്കെയാണ് നേരത്തെ നമ്മൾ പുറത്തുവിട്ടത്. അതിൽ അവർ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ ഈ ഷഹബാസിനെ അടിച്ചിട്ടുണ്ട്, അവൻ്റെ കണ്ണ് പോയി നോക്കണം, നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, പോലീസിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ള ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നതാണ്. ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലെ ചാറ്റുകൾ പുറത്തു വന്നതാണ്. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, ഇവർ ഇതിങ്ങനെ പദ്ധതിയിട്ടിരുന്നു, ഇത്തരത്തിലൊരു ആക്രമണം നടത്തണമെന്ന് ഇവർ പദ്ധതിയിട്ടിരുന്നു. ഇവർ അതിനുവേണ്ടി ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ ആഹ്വാനം നടത്തുന്നു. അതിനുശേഷമാണ് ഇവർ സംഘടിച്ചെത്തി ഇത്തരത്തിൽ ഒരു ആക്രമണം ഈ ട്യൂഷൻ സെൻ്ററിന് സമീപത്ത് വെച്ച് നടക്കുന്നത്. അങ്ങനെയാണ് ഷഹബാസിന് പരിക്കു പറ്റുന്നത്. ഷഹബാസ് എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവർ ഇങ്ങനെയൊരു ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്തത് മറ്റു സ്കൂളിലെ കുട്ടി നമ്മളെ പരിഹസിച്ചിരിക്കുന്നു, നമ്മൾക്ക് നേരെ ഒരു കൂകി വിളിക്കൽ നടത്തിയിരിക്കുന്നു, നമ്മളെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു. അങ്ങനെ 2 സ്കൂളുകൾ തമ്മിലുള്ള ഒരു വൈരാഗ്യമാക്കി ഇതിനെ വളർത്തിയാണ് ഈ വിദ്യാർത്ഥികൾ അവിടേക്ക് സംഘടിച്ചെത്തുന്നത്. ഇതിൽ പലർക്കും പരസ്പരം അറിയാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അവസാനം അയച്ച ആ ഒരു സന്ദേശം ശ്രദ്ധിക്കുക. അതിൽ ഷഹബാസെ എന്ന് പേരെടുത്ത് വിളിച്ചാണ് അവർ അഭിസംബോധന ചെയ്യുന്നത്. അതായത് അവർക്ക് പരസ്പരം അറിയാം. അങ്ങനെ പരസ്പരം അറിയുന്ന വിദ്യാർത്ഥികൾ തമ്മിലാണ് ഇങ്ങനെ ഏറ്റുമുട്ടിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആ പരസ്പരം അവർ സുഹൃത്തുക്കളായിരിക്കാം, ഒരുപക്ഷെ അവർ ഈ ട്യൂഷൻ സെൻറ്ററിൽ ഒന്നിച്ച് പഠിക്കുന്നവരാണ്, സ്വാഭാവികമായും അവർ സുഹൃത്തുക്കളാണ്, ആ രീതിയിൽ എപ്പോഴും തമ്മിൽ ഇടപഴകുന്നവരാണ്, തമ്മിൽ സംസാരിക്കുന്നവരാണ്, അങ്ങനെയൊക്കെയുള്ളവരാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ, നിസാരമായൊരു പ്രശ്നത്തിൻ്റെ പേരിൽ, ട്യൂഷൻ സെൻറ്ററിൽ ഉണ്ടായ വാക്കുതർക്കത്തിൻ്റെ പേരിൽ അതൊരു സംഘടിതമായ ആക്രമണത്തിലേക്ക് എത്തുന്നു, പരസ്പരം ഏറ്റുമുട്ടുന്നു. അങ്ങനെ ഈ 10ാം ക്ലാസ്സുകാരനായ ഈ ഷഹബാസിൻ്റെ മരണം സംഭവിക്കുകയാണ്. ഏതായാലും വളരെ ദുഃഖമുണ്ടാക്കുന്നൊരു വാർത്തയാണ്, ഞെട്ടലുണ്ടാക്കുന്നൊരു വാർത്തയാണ് സ്മിത ക്രിസ്റ്റീന വരുന്നത്. കാരണം കേവലം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്ന് ഓർക്കുക, പരീക്ഷയൊക്കെ വരാൻ പോകുന്നു. അപ്പം ആ ഒരു ഘട്ടത്തിൽ അങ്ങനെ പഠിക്കാനായാണ് ഇവരെ ഈ ട്യൂഷൻ സെൻറ്ററിലേക്ക് അയക്കുന്നത്. നന്നായി പഠിച്ചു വരാനൊക്കെ ആയി വീട്ടിൽ നിന്ന് ട്യൂഷൻ സെൻറ്ററിലേക്ക് അയക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇവർ ഈ പരസ്പരം ഏറ്റുമുട്ടുന്നതൊക്കെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അവർ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ഈ ചെറിയ നിസാരമായ ഒരു പ്രശ്നം മാറുന്നത്, അത് വളർന്ന് വലുതാകുന്നത്. ഏതായാലും നേരത്തെയും നിരവധിയായി ഈ കുട്ടികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെയൊക്കെ വാർത്ത നമ്മൾ കേട്ടതാണ്. നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പയ്യോളിയിൽ കുറച്ച് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച, ഒരു വീഡിയോ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരം നേടിയത്. പിന്നീട് നമ്മൾ കണ്ടതാണ് അതിനെതിരെ പോലീസ് എടുത്ത നടപടിയൊക്കെ. അതിക്രൂരമായാണ് ഈ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് എന്ന് പറയാതെ വയ്യ. മനസ്സിലിങ്ങനെ ചെറിയ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വൈരാഗ്യം ഉടലെടുക്കുന്നു. ചെറിയ പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ തുടക്കമെന്ന് ആലോചിക്കുക. അതാണ് ഇങ്ങനെ വലിയ സംഘർഷത്തിലേക്കൊക്കെ മാറുന്നത്. വിദ്യാർത്ഥികൾ ഇങ്ങനെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി 12:30-ക്കാണ് ഷഹബാസിന്റെ അന്ത്യമുണ്ടായത്. കൂടുതൽ ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം എല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതെല്ലാം വരുന്ന മണിക്കൂറുകളിലാകും. അതെ.